നമസ്കാരം. 91 ന്യൂസിലേക്ക് സ്വാഗതം. അതിഥികൾ ആതിഥേയരെ കൊല്ലുന്ന കാഴ്ചകൾ ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. കോളിളക്കം സൃഷ്ടിച്ച ജിഷ കൊലപാതകം തൊട്ട് നിരവധി സംഭവങ്ങൾ അന്യ സംസ്ഥാന തൊഴിലാളികളെ പ്രതികൂട്ടിലാക്കുന്നു. കോട്ടയത്ത് ദമ്പതികളെ കൊലപ്പെടുത്തിയതും ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയാണെന്നാണ് പോലീസ് പറയുന്നത്. അതിഥി എന്ന് ഓമന പേരിട്ട് നാം വിളിക്കുന്നവർ ഏത് ഇന്ത്യൻ സംസ്ഥാനക്കാരാണെന്ന് നമ്മൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല എന്നതാണ് സത്യം. ബംഗാളിലെ മമതയുടെ മമത കാരണം നമ്മുടെ നാട്ടിലേക്ക് കയറിയ ഗോത്രവർഗങ്ങൾ ഏറെയാണ്. ശത്രുവിനെ കൊലപ്പെടുത്താൻ ഏത് മാർഗവും സ്വീകരിക്കുന്നവർ. അവരിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ സഹോദരങ്ങളെ വേർതിരിയാൻ അസാധ്യവുമാണ്. തൊഴിൽ തേടി വരുന്നവരെ നമുക്ക് സ്വീകരിക്കാം. മലയാളിക്ക് കേരളത്തിൽ വിയർക്കാൻ മടിയായതിനാൽ ഇനി കേരളം അതിഥികൾക്ക് സ്വന്തമാണ്. അതിനൊത്ത ഭരണവുമാണ് ഇവിടെ നടക്കുന്നത്. തിരുവാതുക്കളിൽ ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവം കോട്ടയത്തെ ഓർമ്മിപ്പിക്കുന്നത് 10 വർഷം മുമ്പ് പാറമ്പുഴയിൽ നടന്ന കൊലപാതകമാണ്. ഡ്രൈ ക്ലീനിംഗ് സ്ഥാപനത്തിന്റെ മുതലാളിമാരെ ഉത്തർപ്രദേശ് സ്വദേശിയായ നരേന്ദ്രകുമാർ കൊലപ്പെടുത്തിയത്. അന്നത് നാടിനെ ഞെട്ടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ജീവപര്യന്തം തടവിലാണ് ഈ അതിഥി. ഈ അതിഥികൾക്ക് വേണ്ടി കോടതിയിൽ അണിനിരക്കുന്ന അഭിഭാഷകരും ചില്ലറക്കാരല്ല, 1-ാം നമ്പർ ടീംസ് ആണ്. യെസ് യുവർ ഓണർ പറയുന്നത്. ഏത് കുറ്റവും അതിഥിയിൽ ആരോപിക്കാമെന്നും ജനം പറയുന്നു. അത് പോലീസിനും അറിയാം. പക്ഷേ അതിഥികളെ ആദരിക്കുമ്പോൾ വ്യക്തമായ നിരീക്ഷണം ഇതിനാവശ്യമാണ്. വെറുമൊരു തിരിച്ചറിയക്കാരന്റെ ബലത്തിലാവരുത് ഒന്നും. അന്വേഷണങ്ങളും ഒരു അതിഥിയിൽ മാത്രമാകരുത്. മരിച്ചയാളുടെ ഗൾഫ് ബന്ധങ്ങളും ബിസിനസ് ബന്ധങ്ങളും പണമിടപാടുകളും അന്വേഷിക്കണം. ഇതിനുള്ള ക്രൈം മോട്ടിവേഷൻ പലതാണല്ലോ.